ഹലോ, വെൽക്കം ബാക്ക് ടു കിരി ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് DS ഇറ എന്ന് പറഞ്ഞ സിനിമ, ഹൊറർ ത്രില്ലർ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്ന പ്രണവ് മോഹൻലാലിൻ്റെ 1.5 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തുന്ന സിനിമ DS ഇറ എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലറിൻ്റെ എൻ്റെ അഭിപ്രായം. ആക്ച്വലി ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടു, പക്ഷേ എനിക്കിത് റിയാക്ഷൻ വീഡിയോ ഇടാൻ പറ്റിയില്ല. കുറേ തിരക്ക് കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ട്രെയിലറിൻ്റെ അഭിപ്രായം ഞാനിപ്പോൾ എടുത്തിടുന്നത്. അപ്പോൾ വലിയ ആഘടിപ്പിക്കുന്ന ട്രെയിലർ കണ്ടതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ട്രെയിലർ വാസ് ജസ്റ്റ് തീ എന്ന് പറയാം. പ്രണവ് മോഹൻലാലിനെ എത്ര നന്നായിട്ട് പടത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്ക് ട്രെയിലറും ടീസറും മാത്രമായിട്ട് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. സിനിമ കാണുമ്പോൾ പറയാൻ പറ്റും. കാരണം എന്നാലും ഒരു പുള്ളി ഞെട്ടിക്കുന്ന ഏതാണ്ട് ഉറപ്പായി ഉണ്ട്. കാരണം ഈ ട്രെയിലറിന് പ്രത്യേകിച്ച് അവസാനത്തെ പോർഷൻസ് എത്തിക്കുമ്പോൾ എൻ്റെ പൊന്നു, ആ ഷോട്ടൊക്കെ പൊളിയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ഞെട്ടിക്കുമെന്ന് പറഞ്ഞാൽ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ ടൈപ്പായിരിക്കും. ഒരു പക്ക ക്വാളിറ്റി സ്റ്റഫ്. ഈ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഡയറക്ടർ രാഹുൽ സദാശിവൻ്റെ അടുത്തൊരു സിനിമ ഞെട്ടിക്കുന്ന ഒരു തരത്തിൽ ഒരു ഉറപ്പ് നൽകുന്നു. ഇറ്റ്സ് സച്ച് എ പ്രോമിസിങ് ട്രെയിലർ, ഹാസ് ഗോട്ട് ഇറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒക്ടോബർ 31, അതായത് ഹലോവിൻ ഡേ പ്രമാണിച്ചായിരിക്കും ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നത്, അതായത് ഈ മാസം അവസാനം. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം, നാളെ MMൻ്റെ, അതായത് ലാലേട്ടൻ, മമ്മൂക്ക, മഹേഷ് നാരായണൻ കോംബോ വരുന്ന സിനിമയുടെ ടൈറ്റിലും ടീസറും നാളെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയ്ക്ക് വരാം. അതുവരെയും അതിൻ്റെ ഒപ്പം കാന്താര ചാപ്റ്റർ 1 റിവ്യൂ വരുന്നതായിരിക്കും. അപ്പോൾ ഈ 2 വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അതുവരെയും